ഹായ്, ഡ്രൈ ചില്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വളരെ ഈസി ആയിട്ടുള്ള മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരൽപ്പം കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ടതിന് ശേഷം കുറച്ച് ഉലുവ കൂടിയിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും ചേർക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് വഴന്ന് വരണം. ചെറിയ തീയിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് രണ്ടും നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി ചേർക്കണം. ഞാനിവിടെ ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 15 അല്ലി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളും സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ 3ഉം ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം. സവാള ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി കറിവേപ്പില ഇട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പിലയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരണം. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഈ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. മുളക് പൊടിക്ക് പകരം ഞാൻ ഈ മുളക് പൊടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. ഞാൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പുളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഈ മുളക് പൊടി പേസ്റ്റാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുളക് പൊടിയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുത്തു. അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മൺചട്ടിയിലേക്ക് മുളക് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പേസ്റ്റാക്കി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പേസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഒരു നല്ല പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളിയോട് കൂടി വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾ വേറെ പുളിയെല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് ആ പുളിവെള്ളം ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഈ പുളിവെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പുളിയോടെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പുളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരണം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ എല്ലാം കൂടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നന്നായി തിളപ്പിച്ച ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കാതെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാൻ പാടില്ല. മീൻ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ മസാല ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കഷ്ണം മീൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഈ 3 കഷ്ണം മീനും ഞാൻ ഈ ഇതിനകത്തേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കും. ഒരുപാട് തവിയിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ആ മീനൊന്ന് മുങ്ങത്തക്ക രീതിയിൽ മാത്രം ഒന്ന് തവി കൊണ്ട് ഈ കറിയൊക്കെ ഒന്നെടുത്ത് ആ മീൻ ഒന്ന് മുങ്ങുന്ന രീതിയിലാക്കി കൊടുക്കണം. ഇങ്ങനെ ആയതിന് ശേഷം നമ്മൾ ഇത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം അടപ്പ് എടുത്ത് മാറ്റി ഒന്നൊന്ന് ചുറ്റിച്ചെടുക്കണം. മീൻ നമ്മൾ തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി അവസാനമായിട്ട് അതിൻ്റെ മുകളിലൊന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത്
കുറച്ച് സമയം അടച്ചു വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ മീൻ കറി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെരി സിമ്പിൾ മീൻ കറി, മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.